അപ്പം ഞങ്ങൾ ഇതൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത്? ബനാന കേക്കായിട്ട് വന്നേക്കാണ്. പെപ്പി പറഞ്ഞൊരു ഐഡിയ ആണ് ബനാന കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പം നമ്മൾ ബ്രൗണി ഉണ്ടാക്കിയതിന് ശേഷം ബനാന കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. എല്ലാ സാധനങ്ങളും സെറ്റല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ബനാന കേക്ക് ഉണ്ടാക്കണമെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബനാന തന്നെയാണ് കേട്ടോ. അപ്പം 4 ബനാന എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞായതുകൊണ്ട് ഏറെ എടുത്തിട്ടുണ്ട്. റോബസ്റ്റ് ഉണ്ട്, റോബസ്റ്റ് ആഡ് ഉണ്ടെങ്കിൽ റോബസ്റ്റ് എടുക്കാം, ഇല്ലെങ്കിൽ നല്ല മധുരമുള്ള പഴം ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പം പ്രത്യേകിച്ചൊരു പഴം ഏത് വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങളിപ്പോൾ ഇതാണ് എടുക്കുക. ഇത് ഞാലിപ്പൂവനാണ് കേട്ടോ പഴം. അപ്പോൾ ആദ്യം തന്നെ ബൗൾ എടുത്തിട്ട് അതിലേക്ക് കൊക്കോ പൗഡറും മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാണ് കേട്ടോ. മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്ന കാരണം കൊക്കോ പൗഡറിൻ്റെ അത്രയും കയ്പ്പ് വരത്തില്ല. ഒരു മെൽറ്റഡ് ചോക്ലേറ്റ് പോലെ ആവും കേട്ടോ. അത് ശരിക്കും നമ്മൾ മാർബിൾ കേക്ക് ഇല്ലേ, അതുപോലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ഇത് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്യുക. കുറച്ച് കൊക്കോ പൗഡർ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കേക്കിനുള്ള കാര്യങ്ങൾ ചെയ്യാം. മിക്സിയിലേക്ക് പഴം എത്രയാണോ എടുക്കുന്നത് അത്ര എടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് ഷുഗറും ഇട്ട് അടിച്ചെടുക്കുക. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും കേട്ടോ. മിക്സിയിട്ട് അടിച്ചെടുത്ത് കഴിയുമ്പം ബൗളിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. മുട്ട ഇടുമ്പം നല്ല ഫ്ലഫി ആയിട്ടും ഭയങ്കര സോഫ്റ്റ് ആയിട്ടും വരും നമ്മുടെ കേക്ക്. അപ്പം മുട്ട ഇല്ലാതെ ഉണ്ടാക്കിയാലും എനിക്ക് അത്രമേൽ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നില്ല. കുറച്ചുകൂടെ മുട്ട ഇടുന്നതാണ് നല്ലത്. അപ്പോൾ 2 മുട്ടയിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം 1 കപ്പ് മൈദ എടുത്തിട്ട് നമ്മളിങ്ങനെ അരിച്ചിടുകയാണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കുമ്പം ഇങ്ങനെ തന്നെ വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ കൂടത്ത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറോ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം എന്നിട്ട് അരിച്ചെടുക്കുക ഒന്നും കൂടെ. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇച്ചിരി ഒരു പാടാണ് മിക്സ് ചെയ്ത് വരാനായിട്ട്. ഇത് അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം മെൽറ്റ് ചെയ്ത് ബട്ടർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ 35 ഗ്രാമോളം നമ്മൾ ബട്ടർ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മളിത് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ നോക്കുക. അതിനുശേഷം മിൽക്ക് ഒഴിച്ച് കൊടുക്കുക 1/2 കപ്പ്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ കേക്ക് ഉണ്ടാക്കുമ്പം ആ ഒരു ബാറ്റർ വരുന്നുണ്ടോ, അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പം ബട്ടർ ഇച്ചിരി കൂടെ ഒഴിക്കേണ്ടി വരുമായിരിക്കും, ചിലപ്പം മിൽക്ക് കുറച്ചും കൂടെ ഒഴിക്കേണ്ടി വരും. അപ്പോൾ അളവൊക്കെ കൂട്ടുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന സെയിം ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളും അല്ലായിരിക്കും. പിന്നെ അതിന് ശേഷം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. മൈക്രോവേവ് വെക്കുന്ന ഈ പാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൽ ജസ്റ്റ് ബട്ടർ തേച്ചിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പറിൽ വെക്കാൻ പോവാണ്. ഇപ്പം ഇത് ബനാന ഉള്ളതുകൊണ്ടാണ്, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, ബനാന ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസി വന്നത്. എന്നിട്ടിത് ബൗളിലേക്ക് ഏതാണ് ഓവനിൽ വെക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പാത്രത്തിലേക്ക് ഒഴിക്കുക. ബട്ടർ പേപ്പർ ഇടുക കേട്ടോ. ബട്ടർ പേപ്പറിൽ ഞാനിവിടെ വീണ്ടും ഒരു ബട്ടർ ജസ്റ്റ് ഒന്ന് ഇളകി നന്നായിട്ട് വരണമല്ലോ എന്ന് ഓർത്തിട്ടു. പക്ഷെ ബട്ടർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ബട്ടർ പേപ്പർ മാത്രം വെച്ചാലും മതി. ഒരു 1/2 ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കും കേട്ടോ. തട്ടിക്കൊടുത്തിട്ട് ഉള്ളിലെ ബബിൾസോ എന്തെങ്കിലും എയർ അടിക്കുന്നുണ്ടെങ്കിൽ അത് പോകാനായിട്ട് വേണ്ടിയിട്ടാണ്. അതിനുശേഷം കൊക്കോ പൗഡറും മിൽക്ക് മെയ്ഡും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഷേപ്പാക്കി നമ്മൾ ഈ മാർബിൾ കേക്ക് കഴിക്കുന്ന പോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ഡോട്ട്സ് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഈ കലാവിരുതെല്ലാം പെപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് മാത്രമാണ്. പെപ്പിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെയാണ് ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെ ഡിസൈൻ കൊടുത്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് ലെയർ നമ്മൾ ഈ ബനാന ആ ഒരു ബാറ്റർ റെഡിയാക്കിയായിരുന്നല്ലോ, അപ്പോൾ അത് ഇങ്ങനെ മുകളിലേക്ക് ഇത് മൂടി നിൽക്കുന്ന പോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലിൽ ഇങ്ങനെ ചോക്ലേറ്റ് വീണ്ടും നമ്മൾ ചെയ്യും. ചെയ്തിട്ടുണ്ട്. ഇനി മേളിൽ വീണ്ടും ചോക്ലേറ്റ് ഒഴിക്കുകയാണ്. അതാണ് മുമ്പ് ചോക്ലേറ്റ് ഒഴിച്ച പോലെ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഡിസൈൻ കൊടുക്കുകയാണ് കേട്ടോ മേളിൽ. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തായാലും ഇങ്ങനെ ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നട്ട്സും കാര്യങ്ങളൊക്കെ ഇടാം.
അതിനുശേഷം ഡെക്കറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ കാഷ്യൂം ആൽമണ്ടുമാണ് എടുത്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇടുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് 30 മിനിറ്റ്സ് ആണ് വെച്ച് നോക്കുന്നത്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വന്നൊന്ന് നോക്കും കേട്ടോ. സ്റ്റിക്കിട്ട് ജസ്റ്റ് ഒന്ന് അത് കുത്തി നോക്കുമ്പോഴത്തേക്ക് അറിയാം അത് വെന്തിട്ടുണ്ടോ ഇല്ലയോ വീക്കായോന്ന് അറിയാം. അപ്പോൾ അങ്ങനെയാണ് ടൈം കൂട്ടി വെക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. പിന്നെ ബാക്കി കുറച്ച് ബാറ്റർ അധികം വന്നായിരുന്നു. അപ്പോൾ അതിലേക്ക് കാഷ്യൂം ആൽമണ്ടും പൊടിച്ചു ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു കുഞ്ഞു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇതും ബേക്ക് ചെയ്യാനായിട്ടാണ് കേട്ടോ. എന്താ നോക്കിയിരിക്കുക? റെഡിയായ നോക്കിയിരിക്കുവാണോ? എന്തുവാ റെഡി ആവുന്നേ? കേക്ക്. മേളിൽ കാഷ്യൂ ആൽമണ്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് മുമ്പത്തെ പോലെ ചോക്ലേറ്റ് ഡിസൈൻ കൊണ്ടുവരുവാണ്. മുമ്പ് ചെയ്ത പോലെ ഇവിടെയും ചോക്ലേറ്റ് മേളിലൊഴിച്ച് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. മറ്റേതിൽ നിന്ന് വ്യത്യാസം എന്ന് പറയുന്നത് മറ്റേ ബനാന ബാറ്ററിൽ നമ്മൾ ഈ കാഷ്യൂനട്ട് ആൽമണ്ടൊന്നും ഇട്ടിട്ടില്ല, ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതാണ് കേട്ടോ. മറ്റേതിൽ നമ്മൾ മേളിൽ മാത്രം ഡെക്കറേഷന് വേണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. ഇത് ബേക്ക് ചെയ്യണം. അപ്പം ഇങ്ങനെ തന്നെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത്രയുണ്ട്. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം എടുക്കും. ബാറ്റർ ആയപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാ തവണയും ടേസ്റ്റ് ചെയ്യുന്ന പോലെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രുചി തോന്നി. പിന്നെ അത് വെയിറ്റ് ചെയ്യുവാണ് ഞാൻ. നന്നായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതാവാനായിട്ട്. എനിക്ക് തോന്നുന്നു കുറച്ചൊരു 3/4 മണിക്കൂർ എടുക്കുമായിരിക്കും അത് ആവാനായിട്ട്. ഇതിനകത്ത് അങ്ങനെ ടൈം വരുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ അവസാനം നല്ലൊരു കേക്ക് ഫോം ചെയ്ത് വരുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബേക്കായി കേട്ടോ. കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇത് കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. ശരിക്കും നമ്മൾ ഈ മാർബിൾ കേക്ക് വാങ്ങുന്നതിനകത്ത് ടേസ്റ്റ് കേട്ടോ. ഈ ബനാന കൂടി പോകും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ബനാന ഇട്ടിട്ടും ഒരു ശരിക്കും മാർബിൾ കേക്കിൻ്റെ പോലെ തോന്നുക. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞങ്ങൾ ഇത് മുറിച്ച് അപ്പം തന്നെ എല്ലാവരും കൂടെ കഴിച്ച് തീർന്നു. നാളത്തേക്ക് വെച്ച് പോലും ഇല്ല. കാര്യം അതുപോലെ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇത്രയും കുറച്ച് സാധനം വെച്ച് ഇത്രയും അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കാമെന്നുള്ളൂ കേട്ടോ. അപ്പം ഇത് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഉള്ളിലൊക്കെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഒന്നിൻ്റെയും അഴുക്ക് ടേസ്റ്റോ അങ്ങനെയൊന്നും കയറി വന്നേ ഇല്ല. അടിപൊളി. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റാന്ന് പറയും കേട്ടോ. കാര്യം നമുക്കിഷ്ടമുള്ള അത്രയും മധുരമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് കാരണം ഓവർ മധുരമൊന്നും ഇതിന് തോന്നിയിട്ടില്ല. വളരെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. നമുക്ക് ഒത്തിരി മധുരം കഴിച്ച് ചകടിക്കുന്ന അങ്ങനത്തെ ഒരു ഫീലേ വരത്തില്ല. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.